വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായമാണ് നാം ഇന്ന് ധ്യാനിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം പ്രവചന പഠനത്തിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു അധ്യായമാണ്. പലർക്കും ബുദ്ധിമുട്ടെന്ന് തോന്നിയാലും വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അധ്യായമാണ്. നമുക്കതിന്റെ ആദ്യ ഭാഗമൊന്ന് വായിക്കും. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലയിൽ 1 മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമി മൃഗത്തെ കണ്ടു വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അതിന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. 11-ാം വാക്യം കൂടെ നോക്കുക. അപ്പോൾ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. മഹാപീഡനകാലത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ലോകരാഷ്ട്രീയ മണ്ഡലത്തിലും അതുപോലെ തന്നെ ആത്മിക മണ്ഡലത്തിലും പ്രത്യക്ഷപ്പെടുന്ന 2 വ്യക്തികളെയാണ് ഈ 13-ാം അധ്യായത്തിൽ ദൈവാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുമ്പോൾ 11-ാം വാക്യത്തിൽ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറി വരുന്നു. ഇത് രണ്ടും 2 വ്യക്തികളാണ്. ഈ 13-ാം അധ്യായത്തിൽ പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചല്ല, 2 വ്യക്തിയെക്കുറിച്ചാണ്. അതായത് 1-ാം വാക്യത്തില് അത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗവും 11-ാം വാക്യത്തിൽ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗവും. നമ്മൾ ചിന്തിച്ചിട്ടുള്ള പോലെ രാഷ്ട്രീയ രംഗത്തും ആത്മിക രംഗത്തും പ്രത്യക്ഷപ്പെടുന്ന 2 വ്യക്തികളായിരിക്കും ഇവർ. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ചാണ് ആദ്യത്തെ 10 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് 11 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ സഹായിക്കുന്ന മറ്റൊരു സഹായകൻ, അദ്ദേഹത്തിന്റെ പേര് കള്ളപ്രവാചകൻ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ സ്നാപയോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിനെ വഴിയൊരുക്കിയതുപോലെ, പരിശുദ്ധാത്മാവ് കർത്താവായ യേശുക്രിസ്തുവിനെ ശുശ്രൂഷകളിൽ സഹായിച്ചതുപോലെ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആ ശക്തിയിലും പ്രഭാതത്തിലും പ്രത്യക്ഷപ്പെട്ടതുപോലെ ഈ അന്തിക്രിസ്തുവിനെ സഹായിക്കുന്ന ആത്മീയഗോളത്തിലെ മറ്റൊരു വ്യക്തിയാണ് 11-ാം വാക്യത്തിൽ പരിചയപ്പെടുത്തുന്ന വ്യക്തി. വചനത്തിൽ വളരെ വ്യക്തമായി അവർക്ക് പേര് കൊടുത്തതും കാണുന്നുണ്ട്. ഒന്ന് മൃഗമെന്നും 2-ാമത്തെ വ്യക്തിക്ക് കള്ളപ്രവാചകൻ എന്നും പേര് പറഞ്ഞിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ നോക്കിയാൽ അതറിയാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം എടുക്കാം. 19-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യം. 19-20 വാക്യം. കുതിരപ്പുറത്തിരിക്കുന്നതിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയിരിക്കുന്ന ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച, മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അപ്പം വളരെ വ്യക്തമായി 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൃഗത്തിന്റെ മുമ്പാകെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് മൃഗത്തെ നമസ്കരിപ്പാനും മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കുവാനും ഭൂവാസികളോട് ആവശ്യപ്പെടുന്ന ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു മത നേതാവാണ് കള്ളപ്രവാചകൻ. അങ്ങനെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി മൃഗവും കള്ളപ്രവാചകനും. 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കിയേ. 20-ന്റെ 10-ാം വാക്യം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അവിടെ വീണ്ടും ഇവരുടെ 2 പേരും കൂടെ ഒന്നിച്ചു പറയുന്നുണ്ട്, മൃഗവും കള്ളപ്രവാചകനും. നമുക്കിന്നാൽ ആദ്യത്തെ വ്യക്തിയെക്കുറിച്ച് വചനത്തിലോട്ടൊന്ന് ശ്രദ്ധിക്കാം. വചനത്തില് വളരെ ദീർഘമായ ഒരു പഠനമാണ് ഈ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു പോകുന്നില്ല. വളരെ വിപുലമായ പഠനമാണ്. അന്തിക്രിസ്തുവിനെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ തന്നെ വളരെ വലിയ ഗ്രന്ഥങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം സബ്ജക്റ്റ് ആ വ്യക്തിയെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പല പേരുകൾ വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. 2 തെസ്സലോനിക്കർ 2:6 വാക്യത്തിൽ അധർമ്മമൂർത്തി എന്നും, ദാനിയേൽ 7:8, 24 വാക്യങ്ങളിൽ ചെറിയ കൊമ്പെന്നും, ദാനിയേൽ 8:23 ഉഗ്രഭാവമുള്ള രാജാവെന്നും, ദാനിയേൽ 9:26 വരുവാനുള്ള പ്രഭുവെന്നും, വീണ്ടും പുതിയ നിയമത്തിൽ വരുമ്പോൾ അധർമ്മമൂർത്തി എന്നും
നാശപുത്രൻ എന്നും അന്തിക്രിസ്തു എന്നും ഇങ്ങനെ പല പേരുകളിൽ ഈ ഒന്നാമത്തെ വ്യക്തിയെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആ പേര് അന്തിക്രിസ്തു എന്നാണ്. അന്തിക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്, ആന്റി ക്രിസ്റ്റോസ്. എന്താണ് ഈ അന്തിക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ? അന്തിക്രിസ്തു എന്ന വാക്കിന് രണ്ടർത്ഥമാണ് ഉള്ളത്. ആന്റി ക്രിസ്റ്റോസ് എന്നാണ് അതിന്റെ ഒറിജിനൽ ഭാഷയിൽ. ആന്റി എന്ന് എപ്പോഴും പറയുമ്പോൾ എതിരായി നിൽക്കുന്നവനെ ചൂണ്ടിക്കാണിക്കുന്നത്. ആന്റി എന്ന് പറയുമ്പോൾ എതിരായിട്ട് നിൽക്കുന്ന വ്യക്തി. അവള് ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് എതിരായി നിൽക്കുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. അന്തിക്രിസ്തു മലയാള ഭാഷയിൽ അന്തിക്രിസ്തു എന്നും എതിർ ക്രിസ്തു എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിന്റെ ആശയം എതിരായി നിൽക്കുന്ന, ക്രിസ്തുവിന് എതിരായി നിൽക്കുന്നവൻ. നമ്മള് 2 Thessalonians 2:4 ഇങ്ങനെ വായിക്കുന്നു, സകലത്തിലും ഇത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. 2 Thessalonians 2:4 സകലത്തിലും ഇത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ്. വൺ ഹൂ ഈസ് എഗെയിൻസ്റ്റ് ക്രൈസ്റ്റ്, ആന്റി ക്രൈസ്റ്റ്. ക്രിസ്തുവിന് എതിരായി നിൽക്കുന്നു, സകലത്തിലും ഇത് തന്നെത്താൻ എതിർക്കുന്ന എതിരാളി. എന്നാൽ ആ വാക്കിന് മറ്റൊരു ആശയം കൂടെയുണ്ട്. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് പകരം എന്നുള്ള പദം വരുന്നുണ്ട്. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ ബദൽ ക്രിസ്തു, ക്രിസ്തുവിന് പകരമായിട്ടുള്ള ബദൽ ക്രിസ്തു. 2 Thessalonians 2:4 തന്നെ അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്നു. ബദൽ ക്രിസ്തുവായിട്ട് അവനെ അഭിനയിക്കുന്നതായിട്ട് കാണുന്നു. ഇതേ ആശയമാണ് 1 യോഹന്നാൻ 2:18 തൊട്ട് 22 വരെയുള്ള വാക്യത്തിലും 1 യോഹന്നാൻ 4:3 വന്നിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവന്റെ സ്വഭാവം തന്നെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്തിക്രിസ്തുവിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് മൃഗമെന്ന്. വചനത്തിൽ നമ്മൾ ഓർത്തു പല പേരുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പേര് മൃഗം എന്നാണ്. മൃഗം. അടുത്ത സമയത്ത് പത്രത്തില് കേസിനോടുള്ള ബന്ധത്തില് ഒരു മനുഷ്യന്റെ പേര് മൃഗം എന്നുള്ള പേരില്ല, അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. ആ മൃഗമെന്ന് പറയുമ്പോൾ തന്നെ ആ മൃഗീയ സ്വഭാവത്തിന്റെ ഉടമയെന്നുള്ള ആശയമാണ്. വളരെ മൃഗീയമായ, മനുഷ്യനെങ്കിലും മൃഗീയമായ ഉടമ, ആ സ്വഭാവത്തിന്റെ ഉടമ. ഇത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ദാനിയേലിന് ദൈവം ദാനിയേലിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായവും 7-ാം അധ്യായവും. ദാനിയേൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ്, ഒരു ജാതീയ രാജാവ്, ഈ ലോകത്തിൽ ഉത്ഭവിച്ച് അസ്തമിക്കുന്ന സാമ്രാജ്യങ്ങളെ കുറിച്ച് കണ്ടപ്പോൾ സ്വർണം, തങ്കം കൊണ്ടുള്ള തല, വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും, താമ്രം കൊണ്ടുള്ള അര, ഇരുമ്പ് കൊണ്ടുള്ള കാല് എന്ന് പറഞ്ഞാൽ അതില് എന്തോ ഒരു അഭിമാനിക്കാനുണ്ട്, ഒരു മഹത്വപൂർണമായ ഒരു കാര്യമുണ്ട്. എന്നാൽ അതേ കാഴ്ച ദൈവത്തിന്റെ പ്രിയപുരുഷനായ ദാനിയേൽ കാണുന്നു. ദാനിയേൽ 7-ാം അധ്യായത്തിൽ അവിടെ കാണുമ്പോൾ ഈ 4 സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റ് വരുന്നത് കടിച്ചു കീറുന്ന ഘോര മൃഗങ്ങളാണ്. ഒരു ലോകമനുഷ്യൻ അതിനെ കണ്ടപ്പോൾ വീഴുവാൻ ഉതകുന്ന പലതും ആ വെള്ളി, തങ്കം മുതലായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദൈവദാസനെ കണ്ടപ്പോൾ അവിടെ വെളിപ്പെടുത്തി കിട്ടിയത് ദാനിയേൽ 7 കടിച്ചു കീറുന്ന ഘോര മൃഗങ്ങളാണ്. ഇതാണ് ഒരു ആത്മിക മനുഷ്യനും ഒരു സ്വാഭാവിക നാച്ചുറൽ മാനും പ്രാകൃത മനുഷ്യനും തമ്മിൽ വസ്തുതകളെ കാണുമ്പോഴുള്ള വ്യത്യാസം. എന്തുകൊണ്ടാണ് മൃഗമെന്നുള്ള ആ വിധത്തിൽ ലോക സാമ്രാജ്യങ്ങളെയും ഈ അന്തിക്രിസ്തുവിനെയും വരച്ചു കാണിക്കുന്ന ചോദിച്ചാൽ അവ കടിച്ചു കീറുന്ന ദുഷ്ടമൃഗങ്ങളാണ്. അവ തിന്നുക, ചവിട്ടുക. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആത്മപരമായിട്ട് യാതൊന്നുമില്ല, ഭൗതിക ചിന്തകൾ മാത്രം, കൊന്ന് ഭക്ഷിക്കുക, ലോക സാമ്രാജ്യങ്ങളെ പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ ആ ഭൗമികമായ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് മൃഗമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആത്മാവില്ലാത്തൊരു ജീവിതം. ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം അത് തന്നെയാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്. പല രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ അവിടെ എനിക്ക് സന്ദർശിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം അവിടുത്തെ മ്യൂസിയമാണ്. ഞാൻ പല സ്ഥലത്ത് പോയപ്പോൾ മ്യൂസിയം കാണാറുണ്ട്. മലേഷ്യയിൽ പോയപ്പോൾ അവിടുത്തെ മ്യൂസിയം കടന്നുപോയി കണ്ടു. ഈ മ്യൂസിയത്തിൽ എല്ലാം ചെല്ലുമ്പോൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾ കണ്ടാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാം. ആ രാജ്യത്തിന്റെ ചരിത്രം ഈ മ്യൂസിയത്തിൽ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ആ ചരിത്രം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ചരിത്രമാണ്. ഈ മ്യൂസിയത്തിൽ ആയുധങ്ങളും പരിചകളും അതുപോലുള്ള വസ്തുക്കളും പഴയ യുദ്ധങ്ങളും ഒക്കെ, നമ്മുടെ കേരളത്തിലെ ഈ പല മ്യൂസിയത്തിലൊക്കെ ചെന്നാലും ഇത് തന്നെയാണ്. ആയുധങ്ങളും പഴയകാല യുദ്ധങ്ങളും ചരിത്രങ്ങളും മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. എത്രയോ വ്യക്തമായിട്ട് റോമാലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടും. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ലേ. മനുഷ്യന്റെ നാച്ചുറൽ മാൻ, രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്ന കാലം, സമാധാന മാർഗം അറിഞ്ഞിട്ടില്ലാത്തൊരു പാത. ഇന്ന് പത്രങ്ങളിലൊക്കെ കാണുന്നതിന്റെ കാരണം അതാ. ഇത്ര ഭീകരമായ കൊലപാതകങ്ങളും വിപത്തുകളും ലോകത്തിൽ കാണുന്നതിന്റെ കാരണം ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ ഒരു നാച്ചുറൽ മനുഷ്യന്റെ സ്വഭാവം അതാണ്. ലോക സാമ്രാജ്യങ്ങളുടെ സ്വഭാവം അത് തന്നെ. കടിച്ചു തിന്നുക, ഇൻസ്റ്റിങ്ക്റ്റിന് വേണ്ടി ജീവിക്കുക, സ്വന്തം തൃപ്തിക്ക് വേണ്ടി ജീവിക്കുക. ആത്മികമായ യാതൊരു ചിന്തനയും അതിനകത്തില്ല. ഇവിടെയും അന്തിക്രിസ്തുവിനുള്ള ബന്ധത്തിൽ അവന് കൊടുത്തിരിക്കുന്ന നാമം മൃഗം എന്നിവിടെ പറയുമ്പോൾ വളരെ വ്യക്തമായി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
എന്നാൽ ഇവിടെ ഓരോ രൂപക അലങ്കാരത്തിൽ വെളിപ്പെടുത്തുന്ന വസ്തുതയ്ക്കും അധികം അർത്ഥങ്ങൾ നമുക്ക് ചിന്തിക്കാറുണ്ട്. പലപ്പോഴും പ്രവചന വർഷങ്ങളിൽ ഇത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പലർക്കും അത് സുപരിതമാണ്. എന്നാൽ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് എടുത്തുകൊള്ളട്ടെ. നോക്കുക, ഒന്നാമത് പറയുമ്പോൾ ഒന്നാമത്തെ മൃഗം കടലിൽ നിന്നാണ് കയറി വരുന്നത്, സമുദ്രത്തിൽ നിന്ന്. രണ്ടാമത്തെ മൃഗം ഭൂമിയിൽ നിന്നാണ് കയറി വരുന്നത്, 11-ാം വാക്യം. ഇതിന് രണ്ടിനും ആശയമുണ്ട്. ഭൂമി എന്ന് പറയുന്നത് നമുക്ക് താഴോട്ട് വരുമ്പോൾ നോക്കാം. എന്നാൽ ആദ്യം നമുക്ക് സമുദ്രത്തോടുള്ള ബന്ധത്തിൽ നോക്കാം. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു, കടലിൽ നിന്ന് കയറി വരുന്നു. വചനത്തിൽ വെള്ളത്തിന് പല ആശയങ്ങളുണ്ട്. എന്നാൽ അതില് വെളിപ്പാട് പുസ്തകം 17:15 നമ്മൾ വായിക്കുന്നു, നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. ലോക ജനതയെ യെശയ്യാവ് 57:20-21 വാക്യങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാണ്. ചേറും ചെളിയുമായി അത് മുകളിലോട്ട് തള്ളുന്നു. അവർക്ക് സമാധാന മാർഗം അറിഞ്ഞുകൂടാ. ദുഷ്ടന് സമാധാനമില്ല. അവന്റെ ഹൃദയം ഇളകിമറിയുന്ന ഒരു കടൽ പോലെയാണ്. യെശയ്യാവ് 57:20-21. എന്നാൽ ലോകത്തിന്റെ അന്ത്യത്തിൽ വീണ്ടും ഈ ലോക സാമ്രാജ്യങ്ങളെ സംബന്ധിച്ച് യെശയ്യാവ് 17:12-13 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇളകിമറിയുന്ന ഒരു സമുദ്രം പോലെയാണ് ലോക സാമ്രാജ്യങ്ങളെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആ വാക്യം വേണമെന്ന് വായിക്കാം. അന്ത്യകാല സംഭവത്തോടുള്ള ബന്ധത്തിൽ ദൈവസഭ മാറ്റപ്പെട്ട ശേഷം അന്തിക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഈ പീഡന കാലഘട്ടത്തിന്റെ ആ ഭാഗത്ത് ലോക ജനതതി അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ, ജെന്റൈൽ നേഷൻസിനെ വരച്ചു തന്നിരിക്കുന്നത് ഐസയ ചാപ്റ്റർ 17:12. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. നോക്കുക, ലോക ജനതതി സമുദ്രം പോലെ ഇളകിമറിയുന്ന ഒരു കാലഘട്ടം വളരെ വ്യക്തമായി കണ്ടു. യെശയ്യാവ് 57:20-21 വാക്യങ്ങളില് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, അവർ ഇളകിമറിയുന്ന കടൽ പോലെയാണ്. നമ്മൾ മറുഭാഗം ചിന്തിക്കണം. ദൈവത്തിന്റെ മുന്നിലത്തെ ആ കടലിനെ കുറിച്ച് നമ്മൾ വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുകയുണ്ടായി. ദൈവസിംഹാസനത്തിന് മുന്നിൽ ഒരു കടലുണ്ട്, പളുങ്കിനൊത്ത ശുഭ്രമായ ആ കടല്, പളുങ്കിനൊത്ത ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെയുള്ള ഒരു കടല്. യാതൊരു ചലനമില്ല, യാതൊരു ചേറില്ല, യാതൊരു ചെളിയില്ല. നിശ്ചലമായ ദൈവ സമാധാനത്തിന്റെ പ്രതീകമാണ്. യാതൊരു ചേറും ചെളിയുമില്ലാതെ സമാധാനപൂർണമായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള പളുങ്ക് കടൽ ദൈവ സമാധാനത്തിന്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് ഹൃദയത്തെ തന്നിരിക്കുന്നത് ആ സമാധാനമാണ്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ആ ദൈവ സമാധാനം. നോക്കുക, ലോകത്തിന്റെ മനുഷ്യന് സമാധാനമില്ല. അവൻ എന്തിനെന്നറിയാതെ ഓടി നടക്കുകയാണ്, തൃപ്തിയില്ലാതെ ഓടി നടക്കുകയാണ്, ജീവിതത്തിന് ലക്ഷ്യമില്ലാതെ ഓടി നടന്ന് കൊന്നും കൊലവിളിച്ചും കവർച്ച ചെയ്തും വഞ്ചിച്ചും വഞ്ചനപ്പെട്ടും കൊണ്ട് ഈ ലോകത്തിൽ അവൻ ഇളകിമറിയുന്നത് പോലെ ജീവിക്കുമ്പോൾ ദൈവജനം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു, അവന്റെ ഹൃദയം ഇളകിമറിയുകയാണ്, അവന് സമാധാനമില്ല. ദൈവജനത്തെ സംബന്ധിച്ച് പളുങ്കിനൊത്ത ശുഭ്രമായ ആ കടൽ പോലെയുള്ള ദൈവിക സമാധാനമാണ് മനുഷ്യ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത്. കർത്താവിനെ കാണുന്നില്ലേ? ആ സമുദ്രം ഇളകിമറിയുമ്പോൾ ആ പടകില് തലവെച്ചുറങ്ങുന്ന കർത്താവായ യേശുക്രിസ്തു സമുദ്രം ഇളകിമറിയുകയാണ്, മുങ്ങുമാറാകുകയാണ്. അവന്റെ സമാധാനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇതാണ് ദൈവ സമാധാനം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്നേച്ചു പോയ സമാധാനം അതാണ്. ആ സമാധാനം ദൈവജനത്തിന് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ഇവിടെ നമ്മൾ ആ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെക്കുറിച്ച് കാണുകയാണ്. അല്പമായ പഠനത്തിന് വകയുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു ഭാഗം കൂടെ എങ്കിലും ചൂണ്ടിക്കാണിക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം നിർത്താട്ടെ. ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണ്. നമുക്ക് ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിലും ചിന്തിപ്പാനായിട്ട് കഴിയും. 4 ലോക സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റ് വരുന്ന ചരിത്രം ഒരു ദൈവദാസന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ബാബിലോൺ, മേദ്യ പാർഷ്യ, ഗ്രീക്ക്, റോം. എന്നാൽ 7-ാം അധ്യായത്തിന്റെ 2-3 വാക്യം നോക്കുകയും 7-ാം അധ്യായത്തിന്റെ 2-3 ദാനിയേൽ വിവരിച്ചു പറഞ്ഞ എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ നോക്കുക ആ പദം, അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. ഒന്നിന്റെ പുറകെ ഒന്നായി 4 മൃഗങ്ങൾ കയറി വരുന്നു. അതിന്റെ വ്യാഖ്യാനങ്ങൾ 17-ാം വാക്യത്തിലുണ്ട്. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളാണ്. നോക്കെ ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവം സമുദ്രത്തിന്റെ മേൽ കാറ്റടിപ്പിച്ചപ്പോൾ ആ മെഡിറ്ററേനിയൻ കടലിന്റെ പ്രദേശം ഇവിടെ എഴുതിയിട്ടുണ്ട് മഹാസമുദ്രം. മഹാസമുദ്രം എന്നേ ഉള്ളൂ. മഹാസമുദ്രം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 34-ാം അധ്യായത്തിന് 6-7 വാക്യം വായിച്ചാൽ, സംഖ്യ 34-ന്റെ 6-7 മഹാസമുദ്രം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ആണ്. ഇസ്രയേലിന്റെ അതിരുകളെ അവിടെ പറയുമ്പോൾ അതിന്റെ പടിഞ്ഞാറ് ഭാഗം അതിരായിരിക്കുന്നത് മഹാസമുദ്രമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ പടിഞ്ഞാറ് ഭാഗം മെഡിറ്ററേനിയൻ കടലാണ്. ഈ മെഡിറ്ററേനിയൻ കടലിലെ സമുദ്രത്തില് ശക്തമായ കാറ്റ് ദൈവം അടുപ്പിച്ചു.
ആ ശക്തമായ കാറ്റ് അടിപ്പിച്ചപ്പോഴാണ് തമ്മിൽ ഭേദിച്ച മൃഗങ്ങൾ ഒന്നൊന്നായി പുറകെ ഇറങ്ങി വരുന്നത്, എഴുന്നേറ്റ് വരുന്നത്. ഒരു കാര്യം ഇവിടെ വെളിപ്പെടുന്നു. ലോകത്തിൽ സാമ്രാജ്യങ്ങൾ ഉത്ഭവിപ്പിക്കുമ്പോൾ, രാജാക്കന്മാർ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ പുറകിൽ ദൈവിക പ്രവർത്തനമുണ്ട്. ബാബിലോൺ എഴുന്നേറ്റ് വന്നപ്പോൾ, മേദ്യ പാർശ്യർ എഴുന്നേറ്റ് വന്നപ്പോൾ, ഗ്രീക്കുകാർ എഴുന്നേറ്റ് വന്നപ്പോൾ, റോമാക്കാർ എഴുന്നേറ്റ് വന്നപ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾ എഴുന്നേറ്റപ്പോൾ, അന്ത്യകാല സംഭവങ്ങൾക്ക് വേണ്ടി സാമ്രാജ്യങ്ങൾ ഒന്നൊന്നായി ചേർന്നുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ അതിന്റെ പുറകിൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രവർത്തനമുണ്ട്. അവൻ ജനസമുദ്രത്തിന്റെ മേൽ കൊടുങ്കാറ്റ് അടുപ്പിക്കുകയാണ്. പ്രൊവിഡൻഷ്യൽ ഏജൻസീസ് ഓഫ് ഗോഡ്. പല സംഭവങ്ങളും ലോകത്തിൽ നടക്കുന്നു. പക്ഷെങ്കിൽ ആ സംഭവങ്ങളുടെ പിറകിൽ ദൈവിക പ്രവർത്തനമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ആകാശത്തിന്റെ 4 കാറ്റ് സമുദ്രത്തിന് നേരെ അടുപ്പിക്കുകയാണ്. ഇസ്രയേലെ രൂപാന്തരീകരിക്കുമ്പോൾ, അതായത് ചെതറിപ്പോയി ഇസ്രയേൽ മടങ്ങി വരുവാനായിട്ട് ദൈവം അനുവദിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതേ പദം പറയുന്നുണ്ട്. എസെക്കിയേൽ 37 9 തൊട്ട് 11 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, കാറ്റിനോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. കാറ്റിനോട് പ്രവചിക്കുകയാണ്. ദൈവം കാറ്റിനോട് പ്രവാചകൻ പ്രവചിച്ചു. ആ കാറ്റുകളോട് പ്രവചിച്ചപ്പോഴാണ് ആ നിഹതന്മാർ, സ്ലെയിൻസ് വൺസ്, അവരൊന്നിച്ചു കൂടുവാനായിട്ട് കാറ്റ് അടിച്ച് ആ എല്ലുകൾ ഒന്നൊന്നായി ചേർന്ന് വരുവാൻ ഇടയായി മാറിയത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ലോക രാഷ്ട്രങ്ങളെ 2 ലോകമഹായുദ്ധം കൊണ്ട് തകിടം മറിച്ചു കഴിഞ്ഞപ്പോൾ, ആ കാറ്റടിപ്പിച്ച് തകിടം മറിച്ചപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിപ്പാൻ ദൈവം ഇടയാക്കി. നമ്മുടെ ദൈവം ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഇവിടെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞ അതാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ലോകഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ലോക സാമ്രാജ്യങ്ങളിൽ നിന്ന്, മനുഷ്യ കുലത്തിന്റെ മധ്യത്തിൽ നിന്ന് ഇളകിമറിയുന്ന അസ്വസ്ഥതകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ എഴുന്നേറ്റ് വരുവാനായിട്ട് ഇടയായി മാറുകയാണ്. ലോകത്തില് ഇനി സമാധാനം ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയില്ല. കാലങ്ങൾ കഴിയും തോറും എന്തെല്ലാം പ്രശ്നങ്ങളാ. നമ്മുടെ ഈ കൊച്ചു കേരളമൊക്കെ എത്ര സമാധാനമായി ജീവിച്ചതാണ്. ആ വാർത്തയൊന്ന് TV ഓൺ ചെയ്ത് കേരളത്തിലെ ആ മന്ത്രിസഭയിലെ യോഗം ഒന്ന് നോക്കിയാൽ മതി, പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭയങ്കരം പ്രശ്നങ്ങളാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ഭയം തോന്നുന്ന വിധത്തിൽ വലിയ പ്രശ്നങ്ങളാണ്, ഒന്നിന്റെ പുറകെ ഒന്ന്. സെൻട്രലിലും സ്റ്റേറ്റിലും എല്ലാം ഇതാണ്. ഇത് ലോകത്തിൽ ആഗോളമായി സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങൾ നാളുകൾ കഴിയും തോറും വർദ്ധിക്കുകയാണ്. സമാധാനമില്ല. പ്രശ്നങ്ങൾ മൂർച്ഛിക്കും. ഈ പ്രശ്നങ്ങൾ മൂർച്ഛിച്ച് നമ്മൾ ഓർത്തതുപോലെ ഇതെല്ലാം ഇളകിമറിയുന്ന ഒരു കാലഘട്ടം വളരെ വ്യക്തമായി ദൈവജനം രേഖപ്പെടുത്തുന്നു. ദൈവജനത്തിന് മാത്രമേ മനസ്സിലാക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. വാസ്തവത്തില് ഒരു ട്രബിൾഡ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഒരു ഡിക്റ്റേറ്ററെ അല്ലെങ്കിൽ ഒരു സ്വച്ഛാധിപതിയെ എഴുന്നേൽപ്പിക്കുന്നതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി. 1930 വളരെ നല്ലൊരു ദൃഷ്ടാന്തമാണ്. 1930 സാമ്പത്തിക തകർച്ച വന്ന് ജർമ്മനിയുടെ ഫാക്ടറികൾ അടച്ചുപൂട്ടി, സാമാന്യ ജനത്തിന് ജോലിയില്ലാതെ വളരെ ആ രാഷ്ട്രം ഇളകിമറിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്നത്. ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യനെ, ഹി വാസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ടൈം. ആ കാലഘട്ടമാണ് ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നത്. വചനത്തിൽ വീണ്ടും വീണ്ടും നമ്മളെ ഈ വസ്തുത പഠിപ്പിച്ചിരിക്കുകയാണ്. അന്തിക്രിസ്തു എഴുന്നേറ്റ് വരുന്നത് അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. റോമൻ സീസർമാരെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ജീവനുള്ള സീസർമാരെ ആരാധിച്ചത്, പരസ്പരം നാട്ടുരാജാക്കന്മാർ യുദ്ധം ചെയ്ത് സ്വത്തുക്കളും ജീവിതവും കുടുംബങ്ങളും നശിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് സ്വസ്ഥതയും സെക്യൂരിറ്റിയും കൊടുത്ത റോമൻ സീസർമാരെ സാമാന്യ ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കത്തിച്ചു വെച്ച് ആരാധിച്ചതിന്റെ കാരണം അവർക്ക് സ്വസ്ഥമായൊരു ജീവിതം ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവരെ ദൈവങ്ങളെ പോലെ ആരാധിച്ചു. അത് തന്നെയാണ് ചരിത്രത്തിന്റെ അന്ത്യത്തിൽ നടക്കാൻ പോകുന്നത്. ഭയങ്കരമായ സംഭവങ്ങളാൽ ലോകം ഇളകിമറിയുമ്പോൾ ഇത് സംഭവിക്കും. എന്നാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ജീവിക്കുന്ന ദൈവജനത്തിന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയൊരു ഭരണകൂടത്തിന് വേണ്ടി സകല കാര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് പബ്ലിക് മീറ്റിങ്ങിനും മറ്റും ധാരാളമായി പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ ആ വിഷയം മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുകയല്ല. എന്നാൽ ഇവിടെ 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം എന്ന് എടുത്തു നോക്കിയാൽ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന മനുഷ്യനെ കുറിച്ച് വായിക്കുന്നു. 7-ാം വാക്യം നോക്കി, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കാനും അതിന് അധികാരം ലഭിച്ചു, സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ, മുമ്പുണ്ടായിട്ടുള്ള ഒരു സാമ്രാജ്യങ്ങളും ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചു എന്ന് പറയുവാനായിട്ട് നിവൃത്തിയില്ല. നമ്മളൊരു മാപ്പ് എടുത്തു വെച്ച് നോക്കിയാൽ ബാബിലോൺ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അതിന്റെ അതിരുകൾ വരച്ചിട്ടുണ്ട്. മേദ്യ പാർശ്യരുടെ രാജ്യം എന്ന് പറയുമ്പോഴും അതിന്റെ അതിരുകൾ വരച്ചിട്ടുണ്ട്. ഗ്രീക്കുകാരുടെ സാമ്രാജ്യത്തിന്റെ അതിരുകൾ വരച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്രാജ്യം ലോകവ്യാപകമായി സ്ഥാപിക്കപ്പെട്ട സാമ്രാജ്യമെങ്കിലും ആ രാജ്യത്തിന് ഒരു അതിർവരമ്പുണ്ടായിരുന്നു. ഇവിടെ അതിർവരമ്പില്ലേ. സകല ഗോത്രവും ഭാഷയും വംശവും മേലും ഭരിക്കുന്ന ഒരു സാമ്രാജ്യം. അങ്ങനെ ഒരു സംഭവം
ലോക ചരിത്രത്തിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. റോമാക്കാര് ഭരിച്ചപ്പോഴോ ബാബിലോണിയൻസ് ഭരിച്ചപ്പോഴോ ഗ്രീക്കുകാർ ഭരിച്ചപ്പോഴോ ഒന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മുഴുവൻ ലോകത്തെയും ഭരിക്കുന്ന, എന്നാൽ ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തി മുഴുവൻ ലോകത്തെയും ഭരിക്കുന്ന ഒരു സാമ്രാജ്യം. വചനത്തിൽ വായിക്കുമ്പോൾ സർവ്വഭൂമിയും ചവിട്ടിക്കളഞ്ഞു എന്നൊക്കെ ദാനിയേൽ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 7:23 റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പറയും, സർവ്വഭൂമിയെയും ചവിട്ടിക്കളഞ്ഞു ആ മൃഗം. സർവ്വഭൂമി എന്ന് പറയുമ്പോൾ സർവ്വലോകത്തെയും അവർ ഭരിച്ചെങ്കിലും അവരുടെ രാജ്യത്തിന് അതിരുകളുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് അതിരുകളില്ലാത്തൊരു രാജ്യത്തെ പടുത്തുയർത്തുവാനാണ് ശ്രമം. ഞാൻ ചില കാര്യങ്ങള് ഈ ചില മാഗസിൻസിൽ നിന്ന് നോട്ട് ചെയ്യുകയുണ്ട്. രാഷ്ട്രീയ മാസികളിൽ നിന്നും ആത്മീയ മാസികളിൽ നിന്നൊക്കെ നോട്ട് ചെയ്തപ്പോൾ ചിലത് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ. 1988 മിഖായിൽ ഗോർബച്ചോവ് UN ചെയ്ത ഒരു പ്രസംഗത്തില് പറഞ്ഞൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, 21st സെഞ്ചുറി, 21ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ട്, എ ന്യൂ വേൾഡ് ഓർഡറിന്റെ വിഷൻ അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. എ ന്യൂ വേൾഡ് ഓർഡർ where weapons will not play a major role. The ultimate plan is to destroy nearly all weapons and for the nations to cooperate and work together. എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത, ആയുധങ്ങളില്ലാത്ത, ഒന്നിച്ചു പ്രവർത്തിക്കുന്ന, കാര്യങ്ങളെ ഒന്നിച്ച് പരിഹരിക്കുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തണമെന്ന് UN മിഖായിൽ ഗോർബച്ചോവ് പ്രസംഗിച്ചു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധി ചൈന വിസിറ്റ് ചെയ്തിട്ട് വന്നപ്പോൾ 1988 ഡിസംബറിൽ രാജീവ് ഗാന്ധി ചൈനീസ് ചെയർമാനായ ഡെങ് സിയാംപെങ്ങിനെ സന്ദർശിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, രാജീവ് ഗാന്ധി എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഏറ്റവും അധികം അവിടെ സ്വാധീനിച്ച വിഷയമെന്ന് ചോദിച്ചപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നോട്ട്സിൽ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ടായി. രാജീവ് ഗാന്ധി ഇങ്ങനെ പറഞ്ഞു, വൺ ഓഫ് ദ തിങ് ദാറ്റ് ഇംപ്രസ്ഡ് മീ മോസ്റ്റ് വാസ് ദ വിഷൻ ഓഫ് ഡെങ് സിയാംപെങ് ഫോർ എ ന്യൂ വേൾഡ് ഓർഡർ. രാജീവ് ഗാന്ധി ഇന്ത്യയിൽ പറഞ്ഞ കാര്യമാണ് പത്രപ്രതിനിധികളോട്. എന്റെ ഹൃദയത്തെ ഏറ്റവും സ്വാധീനിച്ച കാര്യം ചൈനീസ് ചെയർമാനായ ജിയാങ് പെങ്ങിന്റെ ആ ദർശനം, ലോക ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ദർശനം. ചൈനക്കാരെന്ന് ഓർക്കണം, ക്ലോസ്ഡ് കൺട്രി ആയിരുന്നു. എന്നിട്ട് രാജീവ് ഗാന്ധിയോട് ഈ ചൈനീസ് ചെയർമാൻ പറഞ്ഞത്, രാജീവ് ഗാന്ധി ഇങ്ങനെ പറഞ്ഞു. ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാസികയിൽ 89 അത് നോട്ട് ചെയ്തിരുന്നു. ഇങ്ങനെയാണ് വായിക്കുന്നത്, യു ആർ യങ്, യു ആർ ദ ഫ്യൂച്ചർ, വി ആർ റിസീഡിംഗ് ഇൻ ടു ഹിസ്റ്ററി, ദർ ഇസ് എ ന്യൂ ജനറേഷൻ ഓഫ് ലീഡേഴ്സ് ഹൗ ആൻഡ് ദ ഗ്ലോബൽ ഡിസയർ ടു ലിവ് ഇൻ പീസ് ആൻഡ് എൻഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് ടെൻഷൻസ്. ഇറ്റ് ലൈസ് ഇൻ യുവർ ഹാൻഡ്സ് ടു ഷേപ്പ് ദ ഡെസ്റ്റിനി ഓഫ് ദ ന്യൂ വേൾഡ് ഓർഡർ. യൂസ് ഇറ്റ് വൈസ്ലി. രാജീവ് ഗാന്ധിയോട് പറഞ്ഞു, ഞങ്ങളൊക്കെ പ്രായം ചെന്നു രാഷ്ട്രീയ പുറകോട്ട് തിരിയുമ്പോൾ നോക്കുക, ചെറുപ്പക്കാരായ ഒരു കൂട്ടം ഭരണകർത്താക്കൾ, യൗവനക്കാരായ നിങ്ങളുടെ കരങ്ങളിൽ ഈ ലോകത്തിന്റെ ഭാവി ഇരിക്കുകയാണ്. നിങ്ങൾ ആ ദർശനത്തോടെ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബൽ ഡിസയർ, ഒരു പുതിയ ലോക വ്യവസ്ഥയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിന് വേണ്ടി വരണം. നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾക്കത് സാധിക്കും എന്ന് രാജീവ് ഗാന്ധിയോട് ആവശ്യപ്പെട്ടത്. രാജീവ് ഗാന്ധി ഇന്ത്യ ടുഡേ മാഗസിനിൽ ആ വാർത്ത വരികയുണ്ടായി. രാജീവ് ഗാന്ധി അതിനുവേണ്ടി പ്രസംഗിച്ചു. നമ്മൾ ഓർക്കണം, ലോകത്തിന്റെ എല്ലാ കോണിലും, ചൈനയിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, ഇങ്ങനെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉദിച്ചു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ലോകം അഭിഹരിക്കുന്ന പ്രശ്നം ലോകവ്യാപകമായ പ്രശ്നമാണ്. ഒരു രാജ്യത്തിന് ഐസൊലേറ്റഡ് ആയിക്കൊണ്ട് പരിഹരിപ്പാൻ വയ്യാത്ത പ്രശ്നങ്ങളാണ്. ഉദാഹരണമായിട്ട് ലോക ജനസംഖ്യ വർധനവ്. ഈ വിധത്തിൽ ലോക ജനസംഖ്യ വർദ്ധിച്ചു പോയാൽ ലോകത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു. 2000 വർഷം മുമ്പ് ലോക ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 250 മില്യണേ ഉണ്ടായിരുന്നു. ഇന്ന് ലോക ജനസംഖ്യ 6 ബില്യൺ കവിഞ്ഞു. ലോക ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ വർഷവും 10 മില്യനൂടെ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് 1 ബില്യനൂടെ കൂടുകയാണ്. ലോകത്തിന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ലോകവ്യാപകമായ ഒരു പ്രശ്നമാണത്. ലോകവ്യാപകമായ ഈ പൊള്യൂഷൻ മൂലം ഓസോൺ ലെയർ എന്ന് പറയുന്ന ആ പ്രതലത്തിൽ സംഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ലോകവ്യാപകമായി പ്രശ്നങ്ങൾ, രാഷ്ട്രങ്ങൾ ഒന്നിച്ചെങ്കിലേ സാധിക്കുള്ളൂ. നമ്മുടെ കാറിന്റെയൊക്കെ പുറകില് Euro 1 എന്നും Euro 2 എന്നും ഭാരത് 1 ഉം 2 എന്നും ഒക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം ലോകവ്യാപകമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യം വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ലോകവ്യാപകമായി എടുത്ത തീരുമാനത്തിന്റെ ഫലമാണ് Euro 1 ഉം Euro 2 എന്ന് പറഞ്ഞ കാറിന്റെ പുറകിൽ ഒട്ടിച്ചിരിക്കുന്നത്. ആ സ്റ്റിക്കർ കാണുമ്പോൾ ഓർത്തോണം, അത് ലോകവ്യാപകമായ ഒന്നിന്റെ തീരുമാനമാണ്. അവള് ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള തീരുമാനം കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിപ്പാൻ കഴിയുള്ളൂ. പൊള്യൂഷന്, പോപ്പുലേഷന്, ഇന്ന് ലോകത്തിന്റെ പട്ടിണി, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങള്, ഇതെല്ലാം ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ പ്രോബ്ലം, നോട്ട് എ ലോക്കലൈസ്ഡ് പ്രോബ്ലം. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വാസ്തവത്തിൽ ഒരു സ്ഥലത്തുള്ള ഒരു പ്രശ്നമല്ല. ടെററിസം ലോകവ്യാപകമായ പ്രശ്നമാണ്.
ലോകരാഷ്ട്രങ്ങൾ അതിന് ഒന്നിക്കാതെ അത് പരിഹരിക്കപ്പെടാൻ സാധിക്കുകയില്ല. ഡ്രഗ് ട്രാഫിക്കിംഗ്, ഈ ഡ്രഗ്സ് ഒക്കെ കടത്തുന്ന ഈ പ്രവണത അത് ലോകവ്യാപകമാണ്. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിറകിൽ ലോകവ്യാപകമായൊരു നിയന്ത്രണം വരാതെ സാധ്യമല്ല. ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുക. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ എത്രയോ അധികം നമ്മൾ കേട്ട് കഴിഞ്ഞു ടെററിസത്തെ കുറിച്ച്. കർത്താവ് യേശു ക്രിസ്തു മുൻകൂട്ടി പറഞ്ഞ പോലെ ലോകവ്യാപകമായ ടെററിസം വർദ്ധിക്കുകയാണെന്നുള്ളത് നമ്മൾ ഓർക്കുക. ടെററിസം ഇസ് ആൻ ഇന്റർനാഷണൽ പ്രോബ്ലം. ലോകത്തിൽ ഇങ്ങനെ അന്തർദേശീയമായ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് തന്നെ ബോധ്യമായി ഒരു അന്തർദേശീയ ഒരു ഭരണകൂടത്തിനല്ലാതെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയില്ല. സമത്വസുന്ദരമായ സമാധാനപൂർണമായ ഒരു ലോകം കെട്ടിപ്പടുത്തുവാൻ ലോകം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഈ ആധുനിക കാലത്തിൽ ഇന്ന് ഒരേകലോക ഗവൺമെന്റിന്റെ ശബ്ദം ആഞ്ഞടിക്കുന്നു നമ്മുടെ കാതുകളിൽ വീഴുമ്പോൾ, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ 2000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചു, അവസാനം എഴുന്നേറ്റ് വരുന്ന ഒരു മനുഷ്യന് സർവ്വലോകത്തിന് മേലും അധികാരം കിട്ടാൻ പോവുകയാണ്. ലോകത്തിൽ മറ്റൊരു കാലഘട്ടത്തിലും സംഭവിക്കുവാൻ സാധ്യമല്ലാതിരുന്നത് ഇന്ന് സംഭവിക്കുവാൻ കാര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ ദ നീഡ് ആൻഡ് ദ ടൂൾ ഈസ് റെഡി. ദ നീഡ് ആൻഡ് ദ ടൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യകതയും അങ്ങനെയൊരു ഭരണകൂടം നടത്തുവാനായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് ലോകത്തിൽ ലഭ്യമാണ്. നാം ജീവിക്കുന്ന ദിവസങ്ങളെ വിലയിരുത്തുവാൻ നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് 1-ാം വാക്യത്തിലേക്ക് തന്നെ കടന്നു വരാം. ആ അന്തിക്രിസ്തുവിനെ കുറിച്ചൊരു വർണ്ണന കൊടുത്തിട്ടുണ്ട്. അവിടെ വായിക്കുന്നു, അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമുള്ള ഒരു മൃഗം കയറുന്ന കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ, വായ് സിംഹത്തിന്റെ വാൽ പോലെ ആയിരുന്നു. ദൈവാത്മാവ് രേഖപ്പെടുത്തി നോക്കി. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ലോകത്തിൽ ഉത്ഭവിച്ച സാമ്രാജ്യങ്ങളെ വരച്ചു കാണിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യം, ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ സിംഹമാണ് ബാബിലോൺ സാമ്രാജ്യത്തെ പ്രതിനിധീകരിച്ചത്. മൃഗങ്ങളുടെ രാജാവാണ് സിംഹം. അതിന്റെ മജസ്റ്റി, ഫിറോസിറ്റി, സ്വിഫ്റ്റ്നസ്, അതിന്റെ ഗാംഭീര്യത, അതിന്റെ പ്രൗഢി, രാജകീയ പ്രൗഢി. എന്നാൽ അതുപോലെ തന്നെ അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തെ വരച്ചു കാണിച്ചത് പുള്ളിപ്പുലിയാണ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പുള്ളിപ്പുലിയുടെ പ്രത്യേകത നമുക്കറിയാം. ഭയങ്കര വേഗതയാണ്, വളരെ ശീഘ്രഗതിയിൽ. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആനിമൽ പുള്ളിപ്പുലിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അലക്സാണ്ടറുടെ സാമ്രാജ്യമാണ് ലോകത്തിൽ പെട്ടെന്ന് വ്യാപരിച്ചത്. ഒരു കൊച്ച് ഒരു ഐലൻഡിന്റെ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഫിലിപ്പ്. അലക്സാണ്ടറുടെ പിതാവ് ഒരു കൊച്ചു ഐലൻഡിന്റെ രാജാവായിരുന്നു. ചെറുപ്പക്കാരനായ അലക്സാണ്ടർ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പുള്ളിപ്പുലി ഓടുന്ന പോലെ ലോകത്തിൽ മുഴുവൻ അടക്കി ഭരിച്ച, യൗവനത്തിൽ തന്നെ ലോകത്തെ അടക്കി ഭരിച്ചിട്ട് ഇനിയും പിടിക്കുവാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അലക്സാണ്ടർ. പുള്ളിപ്പുലിക്ക് സദൃശ്യം ദൈവജനം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകം 7:5 മേദ്യരുടെയും പാർശ്യയുടെയും ഭരണകൂടത്തെ എടുത്തു കാണിച്ചു. കരടിയെ കൊണ്ട് പ്രതിനിധീകരിച്ചു. കരടി നമുക്കറിയാം, അത് ഭയങ്കര ശക്തിയുള്ള ഒരു മൃഗമാണ് കരടി. ഏറ്റവും അധികം മിലിറ്ററി മൈറ്റ്, അതായത് സൈനിക ശക്തി ഈ സാമ്രാജ്യങ്ങൾ പ്രകടമായി കണ്ട സാമ്രാജ്യം മേദ്യരുടെയും പാർശ്യയുടെയും ഭരണമായിരുന്നു. അലക്സാണ്ടറിന്റെ സൈന്യത്തെക്കാട്ടിൽ, റോമാക്കാരുടെ സൈന്യത്തെക്കാട്ടിൽ സൈനിക ബലം ലോകത്തിന് കാണിച്ചത് വാസ്തവത്തിൽ മേദ്യരുടെയും പാർശ്യയുടെയും കൂടെ ഭരണമാണ്. ദൈവം അതിനെ വരച്ചു കാണിച്ചത് കരടിയുടെ എംബ്ലം കൊണ്ടാണ്. കരടിയുടെ സൈനിക ബലം, പുള്ളിപ്പുലിയുടെ വേഗത, സിംഹത്തിന്റെ ഫെറോസിറ്റി ആൻഡ് മജസ്റ്റി. നോക്കുക, ഈ 3 മൃഗങ്ങളുടെ സങ്കര ചിത്രമാണ് അന്തിക്രിസ്തുവിനെയും നമ്മുടെ മുന്നിൽ വരച്ചു തരാൻ പരിശുദ്ധാത്മാവ് എടുത്തത്. ആ 2-ാം വാക്യം നോക്കി. ഞാൻ കണ്ട മൃഗം, അതായത് അന്തിക്രിസ്തുവിനെ വരച്ചു കാണിച്ച മൃഗം എങ്ങനെയാണെന്നാ പറഞ്ഞത്? അന്തിക്രിസ്തുവിനെ വരച്ചു കാണിച്ച മൃഗം നാം ഇങ്ങനെ വായിക്കുന്നു, പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്, അതിന്റെ കാൽ കരടിയുടെ കാലാണ്, വായ് സിംഹത്തിന്റെ വായായിരുന്നു. അപ്പോൾ അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പഠനം തന്നെയാണ് ദൈവാത്മാവ് ഈ ചിത്രത്തിൽ കൂടെ നമുക്ക് വരച്ചു തരുന്നത്. ഇനി എഴുന്നേറ്റ് വരുന്ന ഭരണകർത്താവ് എങ്ങനെയായിരിക്കും എന്ന് വരച്ചു തരികയാണ്. അവൻ എങ്ങനെയായിരിക്കും? വലിയ സൈനിക ബലമുള്ളവനായിരിക്കും. കരടി, അതിവേഗതയിൽ കാര്യങ്ങൾ സാധിക്കുന്നവൻ പുള്ളിപ്പുലി. അവന്റെ വായ സിംഹത്തിന്റെ വായാണ്, മജസ്റ്റി ആൻഡ് ഫെറോസിറ്റി, അവന്റെ രാജകീയ പ്രൗഢി. നോക്കുക, ഈ 3 കാര്യങ്ങൾ കൂടെ ചേർന്നതായിരിക്കും ഈ അന്തിക്രിസ്തുവിന്റെ ഭരണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രഭാവം എന്നുള്ളത് ദൈവാത്മാവ് നമുക്കിവിടെ വരച്ചു തരികയാണ്. നമുക്ക് ഇനി വന്ന് നോക്കിയാല് മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിന്റെ വായെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് അല്പം കഴിഞ്ഞിട്ട് ആ വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം. 2-ാം വാക്യത്തിന്റെ അവസാനത്തിൽ അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, ആരാണ് ഈ മഹാസർപ്പം? സാത്താനാണ്. സാത്താന് വലിയ അധികാരം കൊടുക്കുകയാണ്. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു: തന്റെ ശക്തി, തന്റെ സിംഹാസനം, തന്റെ വലിയ അധികാരം. നമ്മൾ ചിന്തിച്ചു, പുള്ളിപ്പുലിയുടെ സദൃശ്യമാണ് അവന്റെ വേഗത. സിംഹത്തിന്റെ വായ, മൃഗരാജാവായ സിംഹം അലറിയാൽ മറ്റ് യാതൊരു മൃഗവും പിന്നെ ശബ്ദിക്കില്ല. നമ്മൾ വീണ്ടും പഠിച്ചു നോക്കിയാൽ
ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഏകാധിപതി മാത്രമല്ല, സ്വച്ഛാധിപതി കൂടിയായിരുന്നു. താനൊരു വാക്ക് പറഞ്ഞാൽ ഇറ്റ് വാസ് അബ്സല്യൂട്ട് റൂളിംഗ്. അതിനെതിരായിട്ടൊരു മനുഷ്യൻ പിന്നെ മിണ്ടുക പോലുമില്ല. അതിനെതിരായിട്ട് അപ്പീൽ കൊടുക്കുകയോ അതിനെതിരായിട്ട് പറയുകയോ അതിനെതിരായിട്ട് കേസ് കൊടുക്കുകയോ ഒന്നും ചെയ്യാനൊക്കെ. ഇപ്പം ഉമ്മൻചാണ്ടിക്കെതിരായിട്ടോ ആർക്ക് വേണമെങ്കിലും എതിരായിട്ട് കേസൊക്കെ കൊടുക്കാം. എന്നാൽ ഇവിടെ അന്തിക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ പഴയ കാലത്ത് ഈ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ഒരു വാക്ക് പറഞ്ഞാൽ അവന്റെ ഭവനവും അവൻ്റെതുള്ളതും കുപ്പകൂനിയാക്കി മാറ്റുകയാണ്. ഈ അന്തിക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. അവന്റെ വായ ഒരു സ്വച്ഛാധിപതിയുടെ ഏകാധിപതിയുടെ വായായിരിക്കും. അവനെതിരായിട്ട് ഒരു മനുഷ്യനും സംസാരിപ്പാൻ സാധ്യമല്ലാത്ത സ്വച്ഛാധിപതിയായി ഏകാധിപതിയായി ഭരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. അവന് വലിയ സൈനിക ബലമുണ്ടായിരിക്കും. അവന്റെ കാര്യങ്ങൾ പുള്ളിപ്പുലിയെ പോലെ ശീഘ്രഗതിയിൽ നടത്തുവാൻ കഴിവുള്ളവനായിരിക്കും. അങ്ങനെയുള്ള ഒരു ഭരണകർത്താവിന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു തന്റെ ശക്തിയും തന്റെ സിംഹാസനവും തന്റെ വലിയ അധികാരം കൂടെ കൊടുത്തു. ഇനി എന്താ അവന് കിട്ടാനായിട്ടുള്ളത്? സാത്താന്റെ ശക്തി കൊടുത്തു. നമ്മൾ 2 തെസ്സലോനിക്കർ 2:9 വായിച്ചാൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 തെസ്സലോനിക്കർ 2:9 സാത്താൻ തന്റെ ശക്തി കൊടുത്തു. 2 തെസ്സലോനിക്കർ 2:9 അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും. അപ്പോൾ ഇവിടെയും പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തി അന്തിക്രിസ്തുവിന്റെ വരവ് എങ്ങനെയായിരിക്കും? സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. ഹൂസ് കമ്മിങ് ഈസ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് സേറ്റൻ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഹൂസ് കമ്മിങ് ഈസ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് സേറ്റൻ. സാത്താന്റെ കാര്യമായിരിക്കും. ദാനിയേലിന്റെ പ്രവചനം കൂടെ ഒന്ന് നോക്കാം. 8-ാം അധ്യായത്തിന്റെ 23 ആണെന്ന് തോന്നുന്നു. ദാനിയേൽ 8:23. ദാനിയേൽ 8:23. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയകരമാവണ്ണം നാശം പ്രവർത്തിക്കും. നോക്കുക, സ്വന്തം ശക്തി കൊണ്ട് അല്ലതാനും. 23-ാം വാക്യത്തിന്റെ ഉഗ്രഭാവ ഉപായബുദ്ധിയും ഇംഗ്ലീഷിൽ വായിച്ചാൽ എ കിങ് ഓഫ് ഫിയേഴ്സ് കൗണ്ടനൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡാർക്ക് സെന്റൻസസ് ഷാൽ സ്റ്റാൻഡ് അപ്പ്. അങ്ങനെ ഇംഗ്ലീഷിൽ എ കിങ് ഓഫ് ഫിയേഴ്സ് കൗണ്ടനൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡാർക്ക് സെന്റൻസസ് ഷാൽ സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ കഴിവുകൾ കൊണ്ട് മനസ്സിലാക്കുന്ന പല ശക്തികളോടെ ആവഹിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് വരും. തെസ്സലോനിക്കർ വായിച്ച പോലെ 2 തെസ്സലോനിക്കർ 2:9 ദ കമ്മിങ് ഓഫ് ദ ലോലെസ്റ്റ് വൺ ഈസ് അക്കോർഡിംഗ് ടു ദ വർക്കിംഗ് ഓഫ് സാറ്റൻ വിത്ത് ഓൾ പവർ സയൻസ് ആൻഡ് ലൈങ് വണ്ടേഴ്സ്. അവന്റെ വരവ് പൈശാചികന്റെ ശക്തിയോടുകൂടെ ആയിരിക്കും. നമ്മള് വെളിപ്പാട് പുസ്തകം 13:2 വായിച്ചുകൊണ്ടിരുന്നതാ. സാത്താൻ തന്റെ സകല ശക്തിയും കൊടുക്കും. സാത്താന്റെ ശക്തി കൊടുക്കുമ്പോൾ വലിയ മിറക്കിൾസ് ഈ ഭൂമിയിൽ അവനെ കൊണ്ട് നടക്കും. സാത്താന്റെ ശക്തിയുണ്ട്, വലിയ മിറക്കിൾസ്, വലിയ അത്ഭുതങ്ങൾ സാത്താന്റെ ശക്തി കൊണ്ട് നടക്കുമെന്നുള്ളത് കാണാം. 2, സാത്താൻ തന്റെ സിംഹാസനം കൊടുക്കും. ചിന്തിക്കേണ്ട കാര്യമാണ്. 1 യോഹന്നാൻ 5:19 സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഈ ലോകത്തിന്റെ ദൈവമെന്ന് 2 കൊരിന്ത്യർ 4:4 വായിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് യോഹന്നാൻ 14:30 വായിക്കുന്നു. അവൻ ഈ ലോകം മുഴുവൻ അടക്കി വാഴുന്ന ഒരുവനാണ് സാത്താൻ. നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ച സമയം ഈ ലോകത്തിന്റെ മഹത്വം മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. എന്നിട്ട് സാത്താൻ പറഞ്ഞു, ഇതൊക്കെ എങ്കിൽ ഏൽപ്പിച്ചിരിക്കുക, എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുക. കർത്താവായ യേശുക്രിസ്തു സാത്താനോട് എങ്ങനെ ഇടപെട്ടു ആ പരീക്ഷാ സമയത്ത് എന്നുള്ളത് നമുക്കറിയാം. സങ്കീർത്തനങ്ങൾ 2 പിതാവ് പുത്രന് ലോകരാജ്യങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് ആ വാക്യം നോക്കാം. സങ്കീർത്തനങ്ങൾ 2 സാംസ് 2 നോക്കുക. സാത്താൻ വന്ന് കർത്താവിന് ഈ ലോകത്തിന്റെ അധികാരം നീട്ടിക്കൊടുത്തു, എടുത്തുകൊള്ളുവാൻ. എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിതാവ് പുത്രനോട് പറഞ്ഞത് പുത്രനറിയാം. സങ്കീർത്തനങ്ങൾ 2 അതിന്റെ 8-ാം വാക്യം കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാണ്. സങ്കീർത്തനം 2:8 എന്നോട് ചോദിച്ചോളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടച്ചു കളയും. നീ എന്നോട് ചോദിച്ചോളുക, ഐ വിൽ ഗിവ് യു ദ നേഷൻസ്. പിതാവ് പുത്രനോട് പറയുകയാണ്. ഈ 2-ാം സങ്കീർത്തനം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോക വാഴ്ചയെക്കുറിച്ചാണ്, അവന്റെ മഹത്വപൂർണമായ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ, അതായത് യെരുശലേമിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. നീ എന്നോട് ചോദിച്ചോളുക, ഞാൻ നിനക്ക് രാജ്യങ്ങളെ തരും. ഐ വിൽ ഗിവ് യു ദ നേഷൻസ്. ഭൂമിയുടെ അറ്റങ്ങളെ നീ കൈവശമാക്കും. നീ ഇരുമ്പുകൾ കൊണ്ടവരെ മേയ്ക്കും, കുശവന്റെ പാത്രം പോലെ നീ അവരെ തകർക്കും. പിതാവ് ഈ ലോകത്തിന്റെ ഭരണം പുത്രന് കൊടുക്കുകയാണ്. എന്നാൽ അതിനു മുമ്പ് സാത്താൻ വന്ന് കർത്താവിനോട് പറഞ്ഞു, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ച് ഞാൻ ഇതൊക്കെ അങ്ങ് തരാം. സാത്താനെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, ലോക ഭരണകൂടത്തിന്റെ അന്ത്യത്തിൽ അന്തിക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ സാത്താൻ തന്റെ സിംഹാസനവും അവന് കൊടുക്കും. ഈ ലോകത്തിന്റെ അധികാരം മുഴുവൻ
സാത്താൻ കൊടുക്കുമ്പോൾ മൂന്നാമത് പറയുന്നത് സാത്താൻ വലിയ അധികാരവും കൊടുത്തു. ഗ്രേറ്റ് അതോറിറ്റി. അപ്പൊ അന്തിക്രിസ്തുവിന് ഓട്ടോക്രാറ്റിക് റൂൾ, വലിയ അധികാരം, ഗ്രേറ്റ് അതോറിറ്റി. ഹൂസ് വേർഡ് ഈസ് ദ ലോ. അവന്റെ വാക്കുകൾ നിയമമായിരിക്കും. അവന് വലിയ ശക്തി ഉണ്ടായിരിക്കും. അവന് ഈ ലോകത്തിന്റെ സിംഹാസനം സാത്താന്റെ കയ്യിൽ നിന്ന് അവൻ ഏറ്റെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തിയപ്പോൾ പിതാവിന്റെ സകല സ്വഭാവവും ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് പിതാവിനെ പുത്രൻ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി. അന്തിക്രിസ്തുവിടെ വരുമ്പോൾ സാത്താന്റെ സകല സ്വഭാവവും ശക്തിയും വെളിപ്പെടുത്തുന്ന ഒരുവനായിട്ട് ഈ ലോകത്തിൽ അന്തിക്രിസ്തു ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവനെ ക്രിസ്തുവിനെ എതിർക്കുന്നവനും ക്രിസ്തുവിന് പകരം ഇരിക്കുന്നതെന്നും അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഡിസൈറ്റ് ഓഫ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ കാപഠ്യത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിന്ന് കാണിക്കുന്ന ഒരു കാര്യവും എടുത്തു പറയുന്നു. അത് മൂന്നാം വാക്യം നോക്കുകയും അതിന്റെ തലയിൽ ഒന്ന് മരണകരമായി മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. നമ്മൾ ആ 10 കൊമ്പിന് 7 തലയെയും കുറിച്ച് പഠിച്ചില്ല, നമുക്കത് പഠിക്കാൻ പുറകെ നോക്കി. ഇവിടെ മൂന്നാം വാക്യത്തിൽ അതിന്റെ തലയിൽ ഒന്ന് മരണകരമായി മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന് മരണകരമായ മുറിവ് പുറത്തുപോയി സർവഭൂമിയെ മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മരണകരമായ മുറിവേറ്റു, ആ മുറിവ് പുറത്തുപോയി. ഭൂവാസികൾ കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. അതുകൊണ്ട് തീരുന്നില്ല, അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണന വചനത്തിൽ തരുന്നു. 13-ാം അധ്യായത്തിന്റെ 13-14 റെവലേഷൻ 13:14 അവിടെ ഇങ്ങനെ വായിക്കുന്നു: വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളം കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. കള്ളപ്രവാചകൻ വന്ന് എഴുതിയിരിക്കുന്ന നോക്കിയേ, വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ. ഇത് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അന്തിക്രിസ്തുവിനെ ആരോ കൊല്ലാനായിട്ട് ശ്രമിക്കും. അവന്റെ ഒരു കൈയും ഒരു കണ്ണും വരണ്ടു പോകും. സക്കറിയാവ് 11:17 നോക്കിയേ. സക്കറിയാവ് 11:17. സക്കറിയ ചാപ്റ്റർ 11:17. തുമ്പുകെട്ട ഇടയൻ അന്തിക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളഞ്ഞുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച. അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. നോക്കുക, അന്തിക്രിസ്തുവിന്റെ വലത്തെ കണ്ണിനും അവന്റെ ഒരു കൈക്കും ക്ഷതമേൽക്കും എന്ന് പറഞ്ഞാൽ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് അന്തിക്രിസ്തു രക്ഷപ്പെടുകയാണ്. അന്തിക്രിസ്തുവിനെ കൊല്ലുവാൻ ബോംബ് വെച്ചതാണോ വാളുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും there is an assassination attempt. അന്തിക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അന്തിക്രിസ്തു മരിച്ചുപോയി എന്ന കാപഢ്യം ലോകത്തിൽ പ്രചരിപ്പിച്ചിട്ട് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചുയർത്തു എന്ന് ലോകത്തെ പ്രചരിപ്പിക്കും. മനുഷ്യനൊക്കെ വിശ്വസിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, രാജീവ് ഗാന്ധി ബോംബ് വെട്ടി ചത്ത് കിടക്കുക. രാജീവ് ഗാന്ധി എഴുന്നേറ്റ് വന്നു, ജീവനോടെ കടന്നു വന്നു. എഴുന്നേറ്റ് വന്നാൽ ഇന്ത്യക്കാര് മാത്രമല്ല ലോകത്തിലുള്ള സകല മനുഷ്യരും രാജീവ് ഗാന്ധിയെ കണ്ട് അമ്പരന്ന് നിൽക്കുകയും രാജീവ് ഗാന്ധിയെ ആരാധിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് കള്ളപ്രവാചകൻ, അദ്ദേഹം മതനേതാവാണ്. നമുക്കറിയാം, റോമിൽ നിന്ന് മതനേതാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ലോകത്തിൽ ആഗോളമായി അദ്ദേഹത്തിന്റെ പ്രതിമകൾ ഉണ്ടാക്കുകയും ചിത്രം വെച്ച് ആരാധിക്കുകയും ചെയ്യും. വിശുദ്ധനായിട്ട് റോമിന്റെ ഭരണകർത്താവ് ഒരു പ്രഖ്യാപനം ചെയ്താൽ നമ്മൾ ആ കള്ളപ്രവാചകനെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമുക്ക് അല്പം കൂടെ വിശദമായി പഠിക്കാം. ലോകമതങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് അതിന്റെ നേതാവ് ഈ വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തെ പ്രതിമയുണ്ടാക്കി നമസ്കരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ലോകം മുഴുവൻ അത് വിശ്വസിക്കും, മതങ്ങൾ വിശ്വസിക്കും, അന്തിക്രിസ്തുവിനെ ആരാധിക്കും. 2 Thessalonians 2:11 നാം വായിക്കുന്നു, ഫോഷ്ക്ക് വിശ്വസിപ്പാൻ ദൈവം വ്യാജത്തിന്റെ വ്യാപാര ശക്തി കൂടെ അയക്കും. ഇൻ ഓർഡർ ടു ബിലീവ് ദ ലൈ. 2 Thessalonians chapter 2:11. ഫോഷ്ക്ക് വിശ്വസിപ്പിക്കാൻ, ലൈ വിശ്വസിക്കാൻ, ഈ പറഞ്ഞ കാപഢ്യം അന്തിക്രിസ്തുവിനുള്ള ബന്ധത്തിൽ വിശ്വസിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിന് പകരം ഫോഷ്കിന്റെ വ്യാപാര ശക്തി അയക്കും. നമ്മള് 7-ാം വാക്യം വായിച്ചു നോക്കിയേ. അവിടെ നാം വായിക്കുമ്പോൾ അവൻ അധികാരം ലഭിച്ചത് കൊണ്ട് സകല ഗോത്രവും സകല ഭൂവാസികളും അവനെ കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. സകല ലോകവും, ഈ സകല ഭൂവാസികളും മൃഗത്തെ കണ്ട്. 13:14 നമ്മൾ വായിക്കുന്നുണ്ട്, തനിക്ക് ലഭിച്ച അടയാളങ്ങളെ മൃഗത്തെ പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. സകല ഭൂവാസികളോടും. അപ്പോൾ ആന്റി ക്രൈസ്റ്റിന്റെ നല്ല ഒരു ചിത്രം നമുക്ക് തിരുവചനത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു പോർഷനിൽ അവനെ ശരിയായിട്ട് വരച്ചു തന്നിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 13-ാം അധ്യായം. അവന്റെ സ്വഭാവത്തെക്കുറിച്ച്, അവന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച്, അവന്റെ വഞ്ചനയെക്കുറിച്ച് ഒക്കെ ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ വീണ്ടും നമ്മൾ വായിക്കുന്നു, ഇവർ ചോദിക്കുന്ന ചോദ്യം തന്നെ മൃഗത്തോട് തുല്യനാർ. മൃഗത്തോട് യുദ്ധം ചെയ്യുവാൻ ആർക്ക് കഴിയും എന്നൊരു ചോദ്യം ആ കാലഘട്ടങ്ങളിൽ
എഴുന്നേറ്റ് വരികയും. മൃഗത്തോട് തുല്യനാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ അത് ദൈവത്തെക്കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തോട് ആരെയും തുലനം ചെയ്യുവാൻ കഴിയില്ല. ദൈവം തന്നെ യെശയ്യാവ് 40:25 ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കും? എന്നാൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ പദം അന്തിക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. മൃഗത്തോട് തുല്യനാർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ അധികാരമുള്ളവനായി, ശക്തിയുള്ളവനായി, ലോകം മുഴുവൻ അവന്റെ പിറകിൽ അണിനിരന്ന് വഞ്ചനയും ശക്തിയും പ്രവർത്തിക്കുന്നവനായി അവൻ ലോകത്തിൽ വലിയൊരു ഭരണകർത്താവായി മാറും. കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർപ്പിച്ച പോലെ, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. ഒരുത്തൻ തന്റെ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളൂ. അതിന്റെ 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശ്രദ്ധേയമായ ഒരു വാക്യമല്ലേ 9-ാം വാക്യം? ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താ ശ്രദ്ധേയമായെന്ന് ഞാൻ പറയുന്നത്, 2-3 അധ്യായം പഠിച്ചപ്പോൾ ഓരോ സഭയോടുള്ള ബന്ധത്തിലും എങ്ങനെ ദൂത് പറഞ്ഞത്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ആ 2 പദം വിട്ടുകളഞ്ഞു. ആത്മാവെന്നുള്ള പദവും സഭ എന്നുള്ള പദവും വിട്ടിട്ട് ഇവിടെ പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ അഭാവവും സഭയുടെ അഭാവവും ഈ കാലഘട്ടത്തിൽ കാണുന്നു. ദൈവം ചെവിയുള്ളവൻ, അതായത് ദൈവിക ശബ്ദം കേൾപ്പാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുകയാണ്. അതിന്റെ 10-ാം വാക്യത്തിലെ, അടിമയായി കൊണ്ടുവന്നവൻ അടിമയായി പോവും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. അതായത് അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന്റെ മധ്യഭാഗത്തിൽ അന്തിക്രിസ്തു ദേവാലയത്തെ മലിനീകരിക്കുമ്പോൾ യഹൂദന്മാർക്ക് ബോധ്യമാകും ഇവൻ കള്ളക്രിസ്തുവാണ്. യഹൂദന്മാരിൽ ഒരു കൂട്ടം ആളുകളെ വാളെടുക്കും, അവനോട് യുദ്ധം ചെയ്ത് പോരാടുവാൻ വാളെടുക്കും. ഈ വാളെടുത്ത് പോരാടുമ്പോൾ ആയിരിക്കാം അന്തിക്രിസ്തുവിന് ഒരു പക്ഷേ മുറിവേൽക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവ് നേരത്തെ പറഞ്ഞു, മത്തായി 24:13, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ജീവരക്ഷാർത്ഥം മലകളിലേക്ക് ഓടിക്കൊള്ളുവാൻ പറഞ്ഞു. യഹൂദനോട് ദൈവം ആവശ്യപ്പെട്ടു, കർത്താവ് ആവശ്യപ്പെട്ടു, നിങ്ങൾ വാളെടുക്കരുത്, നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട. നിങ്ങളുടെ ദേവാലയം മലിനീകരിക്കുന്നത് കണ്ടാൽ അന്തിക്രിസ്തു ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾ ജീവരക്ഷാർത്ഥം ഓടിക്കോണം, അവനോട് യുദ്ധം ചെയ്യുവാൻ നിൽക്കരുത്. ഇവിടെ വായിക്കുന്നു, വാളെടുക്കുന്നവൻ വാൾ കൊണ്ട് കൊല്ലപ്പെടും. അത് യഹൂദനുള്ള ബന്ധത്തിലാണ്. യഹൂദൻ അന്ന് വാളെടുത്ത് അവനോട് പോരാടുവാനായിട്ട് തുടങ്ങും ഈ പീഡനകാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ച്. എന്നാൽ അത് കർത്താവ് ഇവിടെ ഓർപ്പിച്ചോലെ ഇവിടെ സഹിഷ്ണുതയാണ് ആവശ്യം. മത്തായി 24:13 രേഖപ്പെടുത്തിയ പോലെ അവസാനത്തോളം സഹിച്ചു നിൽക്കുക, യുദ്ധം ചെയ്യാനല്ല, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും ആവശ്യമാണ്. ദൈവം ആ കാലഘട്ടത്തിലും ഒരു കൂട്ടം ആളുകളെ വേർതിരിച്ച് തന്റെ ജനമാക്കി തീർക്കുന്നു. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ അന്തിക്രിസ്തുവിന്റെ വരവിനുള്ള ബന്ധത്തിൽ വചനത്തിൽ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളെ കുറിച്ച് ഓർക്കുകയുണ്ടായി. കഥാവ് അനുവദിച്ചാൽ നമുക്ക് ഈ ക്ലാസ്സുകൾ തുടർന്നും എടുക്കാം, ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് ഇത്രത്തോളം ടൈം എടുത്ത് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വാക്യങ്ങളിൽ കൂടെ ഈ വ്യക്തിയെ വരച്ചു തരുമ്പോൾ നാം അവനെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എതിർ ക്രിസ്തുക്കൾ വരുന്നു, എഴുന്നേറ്റ് കഴിഞ്ഞു. എന്നാൽ അവരുടെയൊക്കെ കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിഞ്ഞു. കർത്താവ് പറഞ്ഞു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും. ചരിത്രത്തിൽ ഉടനീളം നോക്കുക, ക്രിസ്തീയ സമൂഹത്തെ വഞ്ചിക്കുവാൻ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ധാരാളം എഴുന്നേറ്റ് കഴിഞ്ഞു. എന്നാൽ അവരുടെയൊക്കെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മൂർത്തീകരണം എന്ന വണ്ണം ചരിത്രത്തിൽ അവസാനത്തിൽ 2 വ്യക്തികൾ എഴുന്നേറ്റ് വരും. ലോകരാജ്യം അതിനുവേണ്ടി ഒരുക്കപ്പെടും, അന്തർദേശീയമായി ഒരുക്കപ്പെടും. അവർക്ക് വേണ്ടി അവരെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ലോകത്തിൽ ആവിർഭവിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി ആ വിഷയങ്ങളെ ചിന്തിക്കാം. നമ്മൾ അന്തിക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം എങ്ങനെയെന്നുള്ളത് ചിന്തിക്കുകയായിരുന്നു. പൈശാചികൻ അവന്റെ അധികാരം കൊടുത്ത് ലോകരാഷ്ട്രങ്ങളെ വഞ്ചിക്കുന്ന ഒരു കാലഘട്ടം, ഭൂമിയിൽ വസിക്കുന്നവർക്ക് വലിയ ദുരന്തങ്ങളും വഞ്ചനയും അകപ്പെടുന്ന ഒരു കാലഘട്ടം. കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ ആശ്ചര്യമായി അതുപോലെ സംഭവിക്കും. ശപിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ വകയിരുത്തി മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിർമ്മലമായ ജീവിതം തുടർന്നും നമുക്ക് ജീവിക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെട്ടു.